ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാം കേട്ടോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെ നമുക്കൊരു അടിപൊളി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ മോഡൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ രണ്ട് ക്ലോത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ജോർജറ്റിൻ്റെ ക്ലോത്താണ്. ഇത് 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് മീറ്ററിന് 40 രൂപ വില വരുന്ന ഒരു തരം ക്ലോത്താണ്. ഇത് കുറച്ചുകൂടി കട്ടിയുള്ളൊരു ക്ലോത്താണ്, നമ്മൾ ചോളിയുടെ അടിയിലൊക്കെ വെക്കുന്നത്. ഇത് 2 മീറ്റർ വേണം. ഞാനിവിടെ 1.5 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 മീറ്റർ എടുക്കുക. ഇതിന് മീറ്ററിന് 40 രൂപയെ വില വരുന്നുള്ളൂ. എനിക്ക് ഈ ഒരു ക്ലോത്ത് 2 മീറ്റർ തികച്ച് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1.5 മീറ്റർ എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 മീറ്റർ എന്തായാലും എടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ഈ തുണിയൊന്ന് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കണം. ഞാനിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 41 ഇഞ്ചസാണ്, 41 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. നെക്കിനായിട്ട് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 4 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തു. മൊത്തം ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ചെസ്റ്റ് ഞാൻ 11 എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ലൈനിലോട്ടൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഷേപ്പിനും ഇതിനും അനുസരിച്ചാണ് കേട്ടോ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഞാനിവിടെ എൻ്റെ ഒരു ഇതിനാണ് എടുക്കുന്നത്. എന്നിട്ട് അതുപോലെ ഒരു കർവ് ആക്കിയിട്ട് നമ്മൾ ആം ഹോള് വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഷേപ്പ് ലെങ്ത്ത് നമുക്ക് 41 ഇഞ്ചസ് അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയാണ് നമ്മൾ ഷേപ്പ് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എൻ്റെ ഷേപ്പ് വിഡ്ത്ത് വന്നിട്ട് 9.5 ഞാൻ എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഹിപ്പ് ലെങ്ത് ആണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് 22 ഇഞ്ചസിലാണ് ഹിപ്പ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ലൈൻ വരച്ചതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് നീളത്തിൽ നമ്മളുടെ വിഡ്ത്ത് എത്രയാണോ വരുന്നത് അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനിവിടെ 12 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ലൈനുകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിക്കണം. എന്നിട്ട് താഴത്തേക്ക് ഒരു ചെരിഞ്ഞ് നമ്മളൊരു ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. ഓപ്പൺ ഇല്ലാത്ത ഒരു തരം ടോപ്പാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ആ കോട്ട് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടല്ല. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിതൊന്ന് വരച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വരച്ചിട്ടെടുത്തു. ഇനി നമുക്കിതൊന്നൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ടോപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർക്ക് കട്ട് ചെയ്യില്ലേ, അതുപോലെ. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ആദ്യമായിട്ട് നമുക്ക് ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 3 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ നേരത്തെ എടുത്തല്ലോ അത് മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം ഞാനൊരു 1.5 ഇഞ്ച് ഇറക്കാണ് ബാക്ക് കഴുത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക് കഴുത്തൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ബാക്ക് കഴുത്ത് കട്ട് ചെയ്ത് മാറ്റിട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മളുടെ പീസ് ഇതുപോലെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം ഞാനൊരു 5.5 ഇഞ്ചാണ് ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്യുന്നത്. അത് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിതൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ എടുക്കുമ്പോൾ 2 മീറ്റർ എടുക്കണം എന്ന് പറയാൻ കാരണം ഞാനിതിവിടെ 1.5 മീറ്റർ എടുത്തപ്പോൾ എനിക്ക് ഇത് കയ്യിന് തികയാതെ വന്നു. അപ്പോൾ ഇതൊരു പീസായിട്ടാണ് ഞാനിത് കയ്യിനായിട്ട് എടുത്തിക്കണത്. ഇതുപോലെ ഓരോ പീസായിട്ട് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 2 മീറ്റർ എടുക്കുകയാണെങ്കിൽ കയ്യിന് സുഖമായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ എന്തായാലും 2 മീറ്റർ എടുക്കണം. എനിക്കിതിൻ്റെ സെയിം കളറ് 2 മീറ്റർ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലിടുന്ന കോട്ട് എങ്ങനെ കട്ട് ചെയ്തെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നമ്മളുടെ ജോർജറ്റിൻ്റെ പീസ് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ 3/4 ഭാഗമായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് നോക്കണം. ബാക്കി ഈ അടിയിൽ കാണുന്നത് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനാണ്.
നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മേലെ വെച്ചാൽ നമുക്ക് എത്രയാണോ വേണ്ടത് നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടും. അതിനനുസരിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം ബാക്കി ഭാഗം അങ്ങനെ വിടുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി ഭാഗം അങ്ങനെ നമുക്ക് അടിഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കിതുപോലെ ആം ഹോള് ഇതിൻ്റെ മുകളിലായിട്ട് വരച്ചതിന് ശേഷം 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വരക്കുക. മനസ്സിലായോ? 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വരക്കുക. ഇത് എടുക്കുന്ന എന്തിനാ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുമ്പോൾ 2 സൈഡും മടക്കി അടിക്കൂലേ, അപ്പോൾ അതിന് കുറച്ച് ഒരു 1/2 ഇഞ്ച് വീതം പോകും. അപ്പോൾ അത് ഇതാവാതിരിക്കാനാണ് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് ഇതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തണം. അപ്പോൾ ഇതിലേറെ ഞാൻ 41 ഇഞ്ചസാണ് ഈ ഉള്ളിലിടുന്നതിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തത്. അതിലൊരു 3 ഇഞ്ചസ് എക്സ്ട്രാ എടുത്തിട്ട് 44 ഇഞ്ചസാണ് ഞാനിതിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്ക് സ്ലീവ്സ് എവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ടോപ്പ് കട്ട് ചെയ്തില്ലേ, അതിൻ്റെ അടിഭാഗത്ത് നിന്നാണ് ഞാനിതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റിയെടുക്കണം. കണ്ടോ, ഈ പീസിലാണ് നമ്മൾ കൈ കട്ട് ചെയ്യുന്നത്. ഇനി ഞാനിതിൻ്റെ ഫ്രിൽസിനായിട്ട് ഇതാ നമ്മളുടെ ടോപ്പിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് കിട്ടിയില്ലേ, ആ പോർഷനാണ് ഞാനിതിൻ്റെ അടിയിലിട്ട് കൊടുക്കാൻ ഫ്രിൽസിന് ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ ഇതാ നമ്മുടെ ആം ഹോളും ഒക്കെ ഈ ഒരു പീസിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് നമുക്ക് അതിനൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കണം. മനസ്സിലായോ? മോനാണ് ക്യാമറ പിടിച്ചിരുന്നത്, അതുകൊണ്ട് അധികം വ്യക്തമാവുന്നില്ല, എന്നാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതാ ഇതുപോലെ ഫ്രിൽസിനായിട്ട് ഞാൻ 13 ഇഞ്ചസാണ് എടുക്കുന്നത്. അത് ഇതുപോലെ എല്ലായിടത്തും നോക്കി മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതാ ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിരുന്നു കേട്ടോ, പക്ഷേ അത് എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം. നമ്മൾ ശേഷം ഇതിന് ഒരു വലിയ സ്റ്റിച്ച് കൊടുത്തിട്ട് നൂലിട്ട് വലിക്കൂലേ, അങ്ങനെയാണ് ഞാനിതിന് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ ഞൊറിവുകളായിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ കൈയിന് മാറ്റി വെച്ച പീസിൽ നമുക്ക് കൈ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു പീസിൽ ഞാൻ ഇതുപോലെ ആം ഹോൾ ഇതുപോലെ വരച്ചിട്ടെടുക്കുകയാണ്. ആം ഹോൾ നമുക്കൊരു 9-9.5 ഇഞ്ചിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. സ്ലീവ്സിൻ്റെ ഇറക്കായിട്ട് ഞാനിവിടെ 15 ഇഞ്ചാണ് കൊടുക്കുന്നത്. 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്യാം. ശേഷം ഞാൻ ഒരു 7 ഇഞ്ചിലാണ് സ്ലീവ്സിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമുക്ക് നമ്മളുടെ സ്ലീവ്സും അതുപോലെ തന്നെ അടിയിൽ വെച്ചെടുക്കേണ്ട ഫ്രില്ലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മളുടെ ടോപ്പ് ഇതുപോലെ എടുക്കുക. ഫ്രണ്ട് പീസാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ബാക്ക് പീസിൽ നെക്കൊന്നും കട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു ഏകദേശം ഒരു കോളർ രീതിയിലുള്ള ഒരു നെക്കാണ്, എന്നാൽ കോളറും അല്ല, നമുക്ക് ആ ഒരു കോളറിൻ്റെ രീതിയിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു നെക്കാണ് ഇട്ടത്. അപ്പോൾ നെക്ക് ഇറക്കായിട്ട് ഞാനൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും. കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സെൻട്രലായിട്ട് മുകൾ വരെ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഓപ്പണിങ്ങിലെ കോട്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സെൻറ്ററിൽ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക.
ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി അടിവരെ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കഴുത്തും മടക്കി ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ വേറെ ക്രോസ് പീസ് വെച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. കഴുത്ത് മുതൽ നമ്മൾ ഇതുപോലെ മടക്കി അടിവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. ശേഷം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെറും 200 രൂപ മാത്രമാണ് എനിക്കിതിന് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ മോഡലൊക്കെ ഒന്ന്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടി 3 ബട്ടൺസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കയ്യിന് ഇതുപോലൊരു വർക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ആ ബട്ടൺസ് വെച്ചിട്ട് അവിടെ നിന്നായിട്ട് ഒരു വലിയ ഓപ്പണിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കഴുത്തിനും ഒരു ചെറിയ ഓപ്പണിങ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. കഴുത്ത് ഇറങ്ങി നിൽക്കാനാണ് കേട്ടോ. അപ്പം നമ്മളുടെ അടിയത്തെ ഡ്രസ്സ് ഇതുപോലെയാണ് നിൽക്കുക. അതിൻ്റെ മേലെ ഇടുന്ന ഒരു ജാക്കറ്റ് പോലെയാണ് ഈ കോട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതിനി ഇട്ടിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രസ്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ്? ഇഷ്ടപ്പെട്ടാൽ എന്തായാലും താഴെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ വെറൈറ്റി മോഡലൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ ഞാൻ ഇടുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കാരണം മെറ്റീരിയൽസൊക്കെ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോസിനൊക്കെ ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഞാനിത് ഇടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള പുതുപുത്തൻ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.